ലോകമെമ്പാടുമുള്ള എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ വിമൻസ് ഡേയുടെ ഭാഗമായി നമ്മൾ ചാനലിൽ ചെറിയൊരു കണ്ടന്റ് ആണ്. അപ്പോൾ സ്ത്രീകളോട് പോയി ചോദിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ. അപ്പോൾ സ്ത്രീ നമ്മുടെ അമ്മയാണ്, അമ്മുമ്മയാണ്, അനിയത്തിയാണ്, ചേച്ചിയാണ്, ഭാര്യയാണ്, എല്ലാമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകളെ മാത്രമല്ല, ഈ മനുഷ്യർ മാറി മാറി ബഹുമാനിക്കണം, മാറി മാറി സഹായിക്കണം. അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല, നമ്മൾ വീഡിയോക്കുള്ളിൽ പോവാം. ഹാപ്പി വിമൻസ് ഡേ. പേരെന്താ? കാർത്തിക. ആന്റിയുടെ പേര്? ശ്രീകുമാരി. ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ നമ്മളൊരു ചാനലിൽ വന്നിരിക്കുകയാണ് യൂട്യൂബിൽ. അപ്പോൾ പേര് യുവേസ് അനുശങ്കർ SS. എൻ്റെ പേര് അനുശങ്കർ എന്നാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് വന്നത്. അപ്പോൾ വിമൻസ് ഡേ ആയതുകൊണ്ട് ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു ജോലി വേണം. ആന്റിയുടെ അഭിപ്രായം? ജോലിയാണ്. അപ്പൊ അതുണ്ടായിരുന്ന ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ് പറയുന്നത്. അതെ എന്ത് ആണോ? കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞപ്പോ IT കമ്പ്യൂട്ടറിന്റെ വർക്കിന് പോകുന്നു. എവിടെ? നെയ്യാറ്റിൻകര. ആന്റി എന്ത് ചെയ്യുന്നു? ഞാൻ നെയ്ന് കൈത്തറി നെയ്ത്ത്. അപ്പൊ ശരി എന്നാ, താങ്ക് യു. ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. ചേച്ചിയുടെ പേരെന്താ? അനിഷ. പാർവതി. മോളാണോ? അപ്പൊ എന്റെ ഒരു യൂട്യൂബ് ചാനലാണ്. ചാനലിന്റെ പേര് യുവേസ് അനുശങ്കർ SS. അപ്പം ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ് ഈ സ്ത്രീന്റെ ഏറ്റവും വലിയ ശക്തി? എന്താണ്? മനഃശക്തി. എന്താ? അപ്പോ മനഃശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ചേച്ചി പറയുന്നത്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. അതെ. ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? 8ല്. ഏത് സ്കൂളാണ്? കാരക്കോണം. ഓക്കെ, ശരി എന്നാ. ഒന്നുകൂടെ ഹാപ്പി വിമൻസ് ഡേ. ശരി, താങ്ക് യു. അപ്പോൾ ആന്റിയുടെ പേരെന്താണ്? ഗീത. ഹാപ്പി വിമൻസ് ഡേ. ഇപ്പൊ വിമൻസ് ഡേ ആയിട്ട് സ്ത്രീകളെ ഏറ്റവും വലിയ ശക്തി എന്താണ് നിങ്ങളെ അഭിപ്രായം? സ്ത്രീകളെ ഏറ്റവും വലിയ ശക്തിയാണ് സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ സമ്പാദിച്ച് ദിവസം 100 ഉണ്ടാക്കണം. സ്വന്തം കാലിൽ നിൽക്കണം. അതാണ് സ്ത്രീകളെ ഏറ്റവും വലിയ ശക്തി. അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് അത്. ഓ ശരി ആന്റി. ഗീത അല്ലേ പേര്? ഓക്കെ ഗീത ആന്റി, താങ്ക് യു. ഹലോ ചേച്ചി, ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. നമ്മളൊരു യൂട്യൂബ് ചാനൽ വരെയാണ്. ചാനലിന്റെ പേര് യുവേസ് അനുശങ്കർ SS. അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് വന്നത്. സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? സ്ത്രീ ശക്തി ആത്മവിശ്വാസം, ദൈവത്തിന്റെ അനുഗ്രഹവും, പിന്നെ അവളെ കൊണ്ട് എന്തും ചെയ്യാൻ വിജയിക്കും എന്നുള്ള ഒരു കഴിവാണ് സ്ത്രീയുടെ ശക്തി. ഓക്കെ, അപ്പം അതൊക്കെയാണ് സ്ത്രീയുടെ ശക്തി എന്നാണ് ചേച്ചി പറയുന്നത്. താങ്ക്സ്. ശരി. ഓക്കെ. അപ്പോൾ ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. പേരെന്താ? അതുല്യ. പേര്? ബിയുല. അമ്മയാണോ? ഇല്ല, വീടിനടുത്ത്. കൊച്ചിന്റെ പേര്? ശ്രീഭദ്ര. അപ്പം ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്ന് നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ കല്യാണത്തിന് മുമ്പ് ഒരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് വേണം നമ്മൾ കല്യാണം കഴിക്കാൻ. നമുക്കൊരു ഉറവിടം എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം. മറ്റുള്ളവരെ ആശ്രയിക്കാനൊന്നും പോകരുത്. നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ട് വേണം നമ്മൾ ഒരു മാരേജ് തന്നെ കഴിക്കാൻ. എന്റെ ഭാവിയെ ഞാൻ വലുതാക്കിയിട്ട് അവളെ സ്വന്തം കാലിൽ നിർത്തിയിട്ട് തന്നെ ഞാൻ അവളെ കല്യാണമേ കഴിപ്പിക്കൂ എന്നാണ് എന്റെ ഒരു ഇത്. ഇനി വലുതാകുമ്പോ അവൾ എന്ത് പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ. നല്ലതാ. സമൂഹത്തില് നമ്മള് പെണ്ണുങ്ങളെന്ന് പറഞ്ഞു ഭയപ്പെടാനില്ല. നിമിർന്ന് നിൽക്കണം, സ്വന്തം കാലിൽ അധ്വാനിച്ച് മറ്റുള്ളവരെ ആശ്രയം കൂടാതെ അങ്ങനെ മുന്നോട്ട് പോകണം. നല്ല ആൻസേഴ്സ് ആണ്. അപ്പോൾ ഓക്കെ, ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. ഓക്കെ, ബൈ. പേരെന്താ? സൗപർണിക. പേര്? അർച്ചന. ചേച്ചി തന്നെ ഇതാണോ? അമ്മയും മോളാണല്ലേ? ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ വരെയാണ്. ചാനലിന്റെ പേര് യുവേസ് അനുശങ്കർ SS. എന്നെ അറിയാമോ? കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് വന്നത്. സ്ത്രീകളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? പഠിക്കണം, ജോലി കിട്ടണം. അടുത്ത വലിയ ശക്തി എന്താണ്? സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെ അങ്ങനെയൊക്കെ സ്വന്തം കാലിൽ നിൽക്കണം. അടുത്തവരെ ആശ്രയിച്ചിട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സ്വന്തം കാലിൽ അടുത്തൊരു ആശ്രയിക്കാതെ നിൽക്കണം. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം അല്ലേ?
ഓക്കെ, താങ്ക് യു. ഞാൻ പഠിക്കണില്ല, അവളെ പഠിപ്പിച്ചിട്ട് അവൾക്കൊരു അവക്കൊരു ജോലി. ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? 8th ഏത് സ്കൂളിലാണ്? പുലൂർശാല. ഓക്കെ ഓക്കെ, അപ്പൊ നന്നായി പഠിക്കട്ടോ.